ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഈ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് തന്നെയാണല്ലോ പഠിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാകുന്ന ഭാഷയിലാണ് ആൻറ്റി നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച വിവരം നമുക്കിന്ന് പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു വാക്യം പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ. നമ്മളെല്ലാം പഠിച്ചിരിക്കേണ്ട വാക്യങ്ങളാണ്. നമ്മുടെ ഹൃദയത്തിൽ ഇതിരിക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നു, നമ്മളെ ജ്ഞാനികളാക്കുന്നു. വയോധികരനും നമുക്ക് ബുദ്ധി തരുന്നു, ജ്ഞാനം തരുന്നു, ഗുരുക്കന്മാരിലും നമ്മെ ജ്ഞാനിയാക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ വചനം. നമുക്കപ്പോൾ ആ വാക്യം നമുക്കിന്ന് പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27-ന്റെ 30-ാം വാക്യം. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിലടിച്ചു. അവന് പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. ഇവിടെ നമുക്ക് ഒരു കാര്യം കാണാനായിട്ട് സാധിക്കും. അവരെ കർത്താവിനെ തുപ്പി, അവനെ അടിച്ചു, അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, ഒക്കെ നമ്മൾക്കറിയാം. അത് കഴിഞ്ഞതിന് ശേഷം അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ, എത്രമാത്രം ഒരു വ്യക്തിയെ പരിഹസിക്കാമോ അത്രമാത്രം നമ്മുടെ കർത്താവിനെ അവർ പരിഹസിച്ചു. അപ്പോൾ ആ വാക്യം നമുക്ക് നമ്മുടെ ഹൃദയത്തിലിരുന്നാൽ നമ്മളെ മറ്റുള്ളവർ പരിഹസിക്കുമ്പോഴൊക്കെ നമുക്ക് പരിഹാസം ഒത്തിരി വിഷമമുള്ളതാണ്. നമ്മൾ റിയാക്ട് ചെയ്യും. എന്നാൽ ഈ വാക്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പലപ്പോഴും മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ നമുക്ക് അത് സഹിക്കുവാനായിട്ട് എളുപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വാക്യം നിങ്ങൾ കുഞ്ഞുങ്ങളെ കാണാതെ പഠിക്കണം. ഒന്നും കൂടെ നമുക്ക് പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 30-31. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിലടിച്ചു. അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. പീലാത്തോസ് യഹൂദന്മാരുടെ സമ്മർദ്ദം കാരണം യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിനെ ഏൽപ്പിച്ചു. സാധാരണ ക്രൂശിക്കുന്ന ആൾക്കാരെ വീണ്ടും ചമ്മട്ടി കൊണ്ട് അടിക്കാറില്ല. എന്നാൽ വീണ്ടും ഇവിടെ പീലാത്തോസ് യഹൂദന്മാരെ പ്രീതിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ നമ്മുടെ കർത്താവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചതിന് ശേഷം ക്രൂശിപ്പാൻ ഏൽപ്പിച്ചത്. പടയാളികൾ അവൻ്റെ വസ്ത്രം അഴിച്ചു, ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു, വലം കൈയിൽ ഒരു കോലും കൊടുത്തു, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ എന്ന് പറഞ്ഞു. അവനെ അടിച്ചു. അവനെ പരിഹസിച്ചു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് കുറേനക്കാരായ സീമോനെ കണ്ട് അവനോട് ക്രൂശ് ചുമപ്പാനായിട്ട് നിർബന്ധിച്ചു. കർത്താവിനപ്പോൾ ക്രൂശ് വഹിച്ചുകൊണ്ട് പോകാനുള്ള ശക്തിയില്ല, അത്രമാത്രം അടിച്ചു. അത് അവർ മുള്ളുകൊണ്ട് തലയിൽ കൂടെ തല വെച്ചിട്ടാണ് തലയ്ക്ക് അടിച്ചത്. അങ്ങനെ അവരുടെ ആ അടി കാരണം കർത്താവ് വളരെ ക്ഷീണനായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുറേനക്കാരനായ ശീമോനെ കണ്ട് അവനോട് അവൻ കർത്താവിൻ്റെ ക്രൂശെടുത്ത് ക്രൂശ് ചുമന്നും കൊണ്ട് തലയോടിടവെന്നവർത്തുമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തെത്തി. കർത്താവിൻ്റെ ക്രൂശ് വഹിപ്പാനുള്ള ഭാഗ്യം ശീമോന് ലഭിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് ശീമോനെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. ശീമോൻ്റെ അതിന് ശേഷം അവർ വെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കുടിപ്പാൻ കൊടുത്തെന്ന് അവൻ അത് വാങ്ങിയില്ല. അവർ അവിടെ കർത്താവിനെയും ദുഷ്പ്രവർത്തിക്കാർ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. യേശു പ്രാർത്ഥിച്ചു. അപ്പോൾ പിതാവ് ഇവർ ചെയ്യുന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന്. സ്നേഹവാനായ കർത്താവ് ക്ഷമിക്കുന്ന കർത്താവുമാണ്. പ്രധാനികളും പടയാളികളും വീണ്ടും അവനെ പരിഹസിച്ചു. ഇവൻ ക്രിസ്തുവെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. പീലാത്തോസ് ഒരു മേലെഴുത്തെഴുതി ക്രൂശിന്മേൽ വധിച്ചു. അതിൽ നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നെഴുതിയിരുന്നു. അനേകർ അത് വായിച്ചു. അത് എബ്രായ റോമ യവന ഭാഷകളിൽ എഴുതിയിരുന്നു. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം അവർ പങ്കിട്ടെടുത്തു. എന്നാൽ അങ്കി തുന്നലില്ലാതെ മേൽത്തൊട്ട് അടിയോളമുള്ളതായതുകൊണ്ട് അത് കീറാതെ അവർ ചീട്ടിട്ടെടുത്തു. ഇങ്ങനെയൊക്കെയും അവർ കർത്താവിനോട് ചെയ്തു. നമുക്ക് പടവാക്യം ഒന്നും കൂടെ പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യം. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു. അനേക ഗുണപാഠങ്ങൾ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് തന്നെ ഉപദ്രവിച്ചവരെ കർത്താവ് ക്ഷമിച്ചു.
നാമും മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. രണ്ടാമത്, കർത്താവിന് വേണമെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാമായിരുന്നു. അവൻ ദൈവമായിരുന്നു. പക്ഷേ സകലതും നമുക്ക് വേണ്ടി അവൻ സഹിച്ചു. മൂന്നാമതായിട്ട്, കർത്താവ് ഏറ്റതുപോലെയുള്ള വേദന ആരും സഹിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വേദനകളെ അറിയുന്ന കർത്താവാണ് നമുക്കുള്ളത്. കർത്താവിനെ തുപ്പി പരിഹസിച്ച് തീർന്ന ശേഷം ക്രൂശിപ്പാൻ കൊണ്ടുപോയി. നമ്മെ മറ്റ് പരിഹസിക്കുമ്പോൾ കർത്താവ് സഹിച്ച പരിഹാസമോർത്ത് നാം സന്തോഷത്തോടെ പരിഹാസം സഹിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് യഹൂദന്മാരുടെ രാജാവ് അത് പീലാത്തോസ് എഴുതി ക്രൂശന്മേൽ വെച്ചു. അതുകൊണ്ട് അനേകർ അത് മനസ്സിലാക്കുവാൻ ഇടയായി. ആറാമതായിട്ട്, കർത്താവ് ശീമോന് ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചാണ് അവനെ ചുമപ്പിച്ചത്. എന്നാൽ പിന്നീട് ശീമോൻ്റെ കുടുംബവും ശീമോൻ്റെ 2 മക്കളും അവരെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അവരനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവ്, ഈ സമയത്തിനായിട്ട് സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് തന്ന വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച വേദനകളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങ് സഹിച്ചത്, അത് ഓർത്ത് തന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി പാപികളായ ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങൾക്ക് വേണ്ടി പരിഹാസമേറ്റു, ഞങ്ങളോട് ക്ഷമിച്ചു. അതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിനായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ.